ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ സ്റ്റഡ് എക്സാമിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കൂടെ സുന്ദരനും സുമുഖനുമായിട്ടുള്ള മിസ്റ്റർ സിനാൻ 360യുടെ അഭിമാന താരം. ഓക്കെ, ഇപ്പോൾ സിനാനാണ് ഇന്ന് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഏതായാലും നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റഡ് എക്സാമിൻ്റെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന ഈ ഒരു പ്രക്രിയയിലേക്ക് കിടക്കാം. അതിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, സ്റ്റഡ് എക്സാമിന് എല്ലാവരും വളരെ നേരത്തെ തന്നെ കൃത്യസമയം പാലിച്ച് ഇവിടെ എത്തുക എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ഇൻവിജിലേറ്റർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആളാണ്. മുപ്പര് തിരുവനന്തപുരത്ത് നിന്ന് നേരത്തെ കാലത്ത് ഇവിടെ എത്തും. അപ്പോൾ കറക്റ്റ് ടൈമിങ്ങിന് നിങ്ങളിവിടെ എത്തുക. രണ്ടാമത്തത്, ഹാൾ ടിക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അത് വാങ്ങിയതിന് ശേഷം മാത്രം പിന്നെ ഹാളിലേക്ക് കിടക്കുക എക്സാം എഴുതാനും. മൂന്നാമത്തത്, പിന്നെ എക്സാം എഴുതുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ കൃത്യമായിട്ട് വായിച്ച് എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ അവിടെയുള്ള ഇൻവിജിലേറ്ററോടോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടാവും, മെൻറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടാവും, അവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എഴുതുക എന്നുള്ളതാണ്. നാലാമത്തത്, എക്സാം എഴുതാൻ നിങ്ങൾക്ക് മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും എക്സാം ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. തിരിക്കുന്നുണ്ടല്ലേ അവിടെ തെറ്റിയപ്പോൾ കട്ടൊന്നും ചെയ്യില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാവുക. പിന്നെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അറബിയിലോ ഉറുദുവിലോ ഏത് ഭാഷയിലും നിങ്ങൾക്ക് എഴുതാം. പകുതി ഇംഗ്ലീഷും പകുതി മലയാളം കുഴപ്പമില്ല, ഒന്നും വിഷയമല്ല. ഇത് എഴുതാം. ഇനി പകുതി ഉറുദു ആണ് എഴുതാം. അങ്ങനെയല്ല. മലയാളം സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് മലയാളം ഉത്തരം പറയേണ്ട ആളവിടെ. ഓക്കെ, റെഡി. അപ്പോൾ നേരെ അപ്പോൾ ഈ 4 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ടൈമിങ്ങിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം നേരം വൈകിയ ആളുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ കയറ്റാതിരുന്ന, പിന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തതിനു ശേഷമാണ് കയറ്റുന്നത്. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തുക. റെഡി, 1 2 3 സ്റ്റാർട്ട്. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം സിനാൻ നടത്തുന്ന പിന്നെ പ്രത്യേക കലാപരിപാടികളും പാട്ടുമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടാവുക. ഏതായാലും അതിന് മുമ്പേ ഞങ്ങൾ പറയുകയാണ്, ഈ 360 ഡിജി അക്കാദമിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ്, യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 2 ചാനൽ ഉണ്ടാവും. ഒന്ന് പിന്നെ 360 ഡിജി അക്കാദമിൻ്റെ മെയിൻ ചാനലും അതോടൊപ്പം തന്നെ അതിൻ്റെ താഴത്ത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന ഒരു പിന്നെ ചാനൽ കൂടി ഉണ്ട്. അതുകൂടി നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, അതിലൊന്നും അപ്ലോഡ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, 2 സബ്സ്ക്രൈബ് ചെയ്ത് വിജയിപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്. ചോദ്യം സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് 5 സെക്ഷനായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഒന്ന് സെക്ഷൻ റൈറ്റ് ഇൻ 1 വേർഡ്, പിന്നെ 1 വേർഡിൽ ഉത്തരം എഴുതാനുണ്ടാവുക. അതിന് 15 മാർക്ക് ഉണ്ടാവുക, 5×3. ദെൻ അടുത്തത് സെലക്ട് ദി റൈറ്റ് വൺ, റൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടാവുക, എഴുതുക, സെലക്ട് ചെയ്തിട്ട് എഴുതുക. അടുത്തത് പിന്നെ വരുന്നത് C സെക്ഷൻ വരുന്നത് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് അല്ല, ഇതിൻ്റെ ഫുൾ ഫോം എഴുതാനാണ്. ക്വസ്റ്റ്യൻ തെറ്റിപ്പോയിട്ടുണ്ട്, ഫുൾ ഫോം എഴുതാനാണ്. D സെക്ഷൻ വരുന്നത് സെലക്ട് ദി റൈറ്റ് വൺ, 4 കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണോ റൈറ്റ് ആയിട്ടുള്ളത് അത് എന്ത് ചെയ്യുക, എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ E സെക്ഷൻ വരുന്നത് 8 ചോദ്യം ഉണ്ടാവില്ല, ഏതെങ്കിലും 4 ചോദ്യമല്ല 5 ചോദ്യം. റൈറ്റ് ആൻസർ ഫോർ എനി 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതുക. അതിൽ ടോട്ടൽ പിന്നെ 20 മാർക്കല്ല ഉണ്ടാവുക, 5×8. അതും ഒരു തെറ്റിയിട്ടുണ്ട്. 5×8 40 മാർക്ക് ഉണ്ടാവും. 60 മാർക്ക് നമുക്ക് വെറും 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ചെറിയ ടിക്കറ്റ് ഇട്ടും അതേപോലെ 1 വേർഡൊക്കെ എഴുതിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നേടാം. പിന്നെ ബാക്കിയുള്ള ഈ 5 ക്വസ്റ്റ്യൻസിന് 8ൽ നിന്ന് ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻസിന് ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 40 മാർക്ക് നേടാം. 5×8 ആയിട്ടുണ്ടാവുക. അപ്പോൾ ടോട്ടൽ 40×60 100 മാർക്കിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യൻസ് കറക്റ്റ് അനലൈസ് ചെയ്ത് നമ്മളത് ലാസ്റ്റ് വരെ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 50 മാർക്ക്, അഥവാ 2 വർഷത്തെ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഏകദേശം സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ നോർമലി ഉണ്ടാകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതെന്തായാലും ഈ വർഷവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാളെ മറ്റന്നാളുള്ള എക്സാമിൽ അത് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ദെൻ കം ഓൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഇൻ 1 വേർഡ് എന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദി ടൈം യൂസ്ഡ് ഫോർ, ആൻസർ ഇവിടെ എഴുതി വെച്ചാണ്. വാട്ട് ഈസ് ദി ടൈം യൂസ്ഡ് ഫോർ ഒപ്റ്റിമൈസിങ് വെബ്സൈറ്റ് സ്ട്രക്ചർ ടു റാങ്ക് ഹയർ. സെർച്ച് എഞ്ചിനിൽ നമ്മളെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേം ഏതാന്നുള്ളതാണ്. എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മളെ യൂസ് ചെയ്യാൻ നമ്മൾ ടേം പറയുന്നത് SEO ആണ്. SEO സെർച്ച് എഞ്ചിനിൽ ഫസ്റ്റ് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SEO ആണല്ലോ ചെയ്യാറുള്ളത്. SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഇനി നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. ഉത്തരം പറഞ്ഞു ഓൾറെഡി. അത് നമ്മള് ഇത് ഫില്ലാക്കുന്ന പരിപാടി ഉണ്ട് നമ്മളെ മുകളിലൊരു ആൻസർ എഴുതി. ഓക്കെ, നമുക്ക് സെയിം ക്വസ്റ്റ്യൻ ഫുൾ ഫോം എഴുതാൻ SEOന്റെ ഫുൾ ഫോം എഴുതാൻ താഴത്തുണ്ടാൽ മതി. ഓക്കെ, അത്രയും വളരെ സിമ്പിളാണ്.
പിന്നെ ചിലതൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ഉണ്ടാവും, എന്നാലും ആരും തോൽക്കുകയൊന്നുമില്ല. വിച്ച് വേർഡ് പ്രസ് ഫീച്ചേഴ്സ് അലൗസ് ദി അഡീഷൻ ഓഫ് എക്സ്ട്രാ ഫങ്ഷണാലിറ്റീസ് ടു എ വെബ്സൈറ്റ്. വെബ്സൈറ്റിലേക്ക് അധികമായിട്ടുള്ള ഫങ്ഷൻസ് നമ്മൾ ആഡ് ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പലപ്പോഴായിട്ട് വെബ്സൈറ്റിൽ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അധികം ഫങ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഏത് ഫീച്ചറാണ് വേർഡ് പ്രസ്സിലുള്ളത് എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫീച്ചർ ആയിരുമ്പോൾ പ്ലഗിൻസ് ആണ്. പ്ലഗിൻസ്. അപ്പോൾ എന്ത് ഫങ്ഷൻസും പ്ലഗിൻസ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? ലോകത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫങ്ഷൻസും പ്ലഗിൻസ്. ഇപ്പോൾ വാട്സാപ്പിൽ ഒരു ചാറ്റ് ആണെങ്കിൽ അതിനെന്തുണ്ട്? വാട്ടി പ്ലഗിൻ. ലൈവ് ചാറ്റിന് ഏത് പ്ലഗിൻ ഉണ്ട്? ടിഡിയോ ഉണ്ട്, ടോക്ടോ ഉണ്ട്, ഒരുപാടുണ്ട്. ഇങ്ങനെ ഇ കൊമേഴ്സിന് ഏതാ പ്ലഗിൻ? WooCommerce എന്ന് പറയുന്ന പ്ലഗിൻ ഉണ്ട്. അങ്ങനെ കുറെ പ്ലഗിൻസ് ഉണ്ട്. അപ്പോൾ പ്ലഗിൻസ് ഇപ്പോൾ പറഞ്ഞാൽ തീരില്ല. പ്ലഗിൻസിന്റെ ഉള്ളിൽ പോയിട്ടൊന്ന് ജസ്റ്റ് പ്രധാനപ്പെട്ട പ്ലഗിൻസ് ഒന്ന് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മാർക്കറ്റിംഗ് ഫണൽസ്? മാർക്കറ്റിംഗ് ഫണൽസ് ഒരു 5ഓളം ഫണലുകൾ വരുന്നുണ്ട്. ഒരു എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും മാർക്കറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത്? കൺവേർഷൻ. ഓക്കെ എന്ന് വെച്ചാൽ അത് ആ പ്രൊഡക്റ്റ് വാങ്ങുക, ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണോ ബിസിനസ്, ആ ബിസിനസിന്റെ ഒരു കസ്റ്റമർ ആയിട്ട് മാറുക. ഏറ്റവും വൈഡ് ആയിട്ടുള്ള നമ്മൾ ജസ്റ്റ് സോർട്ടായി തരാം. ലാസ്റ്റ് കൺവേർഷൻ മെയിൻ സംഭവം. ഓക്കെ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലാസ്റ്റ് പറയാം. നെക്സ്റ്റ് അടുത്തത്, നെയിം ദി പ്ലാറ്റ്ഫോം ദാറ്റ് ഹെൽപ്സ് മോണിറ്റർ വെബ്സൈറ്റ് പെർഫോമൻസ്, പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻടു വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിലുള്ള പെർഫോമൻസ്, അതായത് ആരൊക്കെ കസ്റ്റമർ വന്ന് അതിന്റെ പെർഫോമൻസും അതിന്റെ ഇൻസൈറ്റ്സ് ഒക്കെ, പിന്നെ വിസിറ്ററിന്റെ ബിഹേവിയറും കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഇൻസൈറ്റ് ഒക്കെ തരുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോം ഏതാണ്? അതാണ് ഗൂഗിൾ അനലറ്റിക്സ്. GTA എന്ന് പറയും. ഓക്കെ, ഗൂഗിൾ അനലറ്റിക്സ്. ഓക്കെ, ഇപ്പോൾ GTA പുതിയ വേർഷൻ GTA 4, 6 പിന്നെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വിശാലമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുക, എക്സ്പ്ലോർ ചെയ്യുക. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടേം ഫോർ ദി പ്രോസസ് ഓഫ് ഏർണിംഗ് കമ്മീഷൻ ബൈ പ്രൊമോട്ടിംഗ് ദി കമ്പനീസ് പ്രോഡക്റ്റ്? ചില കമ്പനികളുടെ പ്രൊഡക്റ്റ്, സർവീസ് അതൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു കമ്മീഷൻ കിട്ടും. ഇപ്പോൾ ഗോഡാഡിൻ്റെത്, അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് ഉള്ളത്, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതിൻ്റെ ഒക്കെ പ്രൊഡക്റ്റ് നമ്മൾ കമ്മീഷൻ കിട്ടും അല്ലെ? നമുക്കൊരു 10% to 20% വരും. അതിന് പറയുന്ന പേരെന്താന്നുള്ളതാണ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഓക്കെ, കറക്റ്റ്. അപ്പോൾ ഉത്തരം നൽകിയ സിനാന്, അഞ്ചും ശരിയാണ്. 15 മാർക്ക്. ഇതിൽ ആൻസർ ഇല്ല കേട്ടോ, ഇതിൽ ആൻസർ ഇല്ല. അപ്പോൾ സിനാന് കറക്റ്റ് 5 × 3 15 മാർക്ക് റെഡിയാണ്. ആൻസർ ഇല്ല, ശരിയാ. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് അടുത്ത സെഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ 5 ൽ 5 മാർക്ക് നേടിയ സിനാന് പ്രത്യേക അഭിനന്ദനങ്ങൾ വ്യക്തിപരമായും 360 വരെയും. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദി റൈറ്റ് വൺ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഏതാണോ ശരി എന്നുള്ളതാണ് കേട്ടോ. ഏതാണ് ഇതിൽ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഓഫ് പേജ് SEO ടെക്നിക്ക്? ഏതാണ്? ഓഫ് പേജിന്റെ SEO ടെക്നിക്ക് കേട്ടോ. മെറ്റാടാക്സ് ആണോ? അല്ല. കീവേഡ് ഡെൻസിറ്റി ആണോ? അല്ല. ആൾട്ട് ടെക്സ്റ്റ് ആണോ? അല്ല. പിന്നെ ഏതാണ്? ബാക്ക് ലിങ്ക്സ്. ഇതാണ് ഓഫ് പേജ് SEO ടെക്നിക്ക്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത എല്ലാവർക്കും അറിയുന്നതാ. വിച്ച് AI ടൂൾ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ജനറേറ്റീവ് മാർക്കറ്റിംഗ് കണ്ടന്റിന് വേണ്ടിയിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു AI ടൂൾ ഏതാണുള്ളത്? ക്യാൻവ ആണോ? കോമൺലി യൂസ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ChatGPT ആണ്. ഇപ്പോൾ ChatGPTന്റെയും ജെമിനിന്റെ ഇടയിലുള്ളൊരു റേഷ്യോ നോക്കിയാൽ ഏതാന്നുള്ളത് അതാണ് ശരിക്കും വരിക. ഓക്കെ, പക്ഷെ ഇതിൽ ജെമിനി വന്നിട്ടില്ല. അത് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത്, വിച്ച് മെട്രിക് ഇൻഡിക്കേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് യൂസേഴ്സ് ഹു ലീവ്സ് എ വെബ്സൈറ്റ് ആഫ്റ്റർ വ്യൂയിങ് ഓൺലി വൺ? ഒറ്റ പേജ് മാത്രം കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഒരു വെബ്സൈറ്റ് ലീവ് ചെയ്യുന്നു. ഒരു വെബ്സൈറ്റിന്റെ ഉള്ളിൽ ജസ്റ്റ് കയറിയിട്ട് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ലീവ് ചെയ്യുന്ന അതിന് പറയുന്ന ഒരു പേരുണ്ട്. അത് അളക്കുന്ന ഒരു മെട്രിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ത്രൂ റേറ്റ് ആണോ? ക്ലിക്ക് ത്രൂ റേറ്റ് അല്ല. നമ്മൾ പെട്ടെന്ന് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആരായാലും ഫസ്റ്റ് ആൻസർ നോക്കണാണ് ക്ലിക്ക് ത്രൂ റേറ്റ്. നമ്മള് ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ പ്രോപ്പർ ആയിട്ട് നോക്കുക. ക്വസ്റ്റ്യൻ എന്താന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കുക. ആൻസറും ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ, പക്ഷെ പ്രോപ്പർ ആയ ആൻസർ ആയിട്ട് ഉണ്ടാവും. ഇതിന്റെ പ്രോപ്പർ ആയ ആൻസർ ഏതാണ്? ബൗൺസ് റേറ്റ് ആണ്. ഓക്കെ, അഥവാ പെട്ടെന്ന് ഒരാള് ബൗൺസ് ആയി പോവാണ്. ബൗൺസ് ആണ് നമ്മളെ പന്ത് ബൗൺസർ ബോൾ ഉണ്ടല്ലോ, ബൗൺസ് അപ്പൊ തന്നെ ടെക് മേലോട്ട് പോവുക. അതാണ് അതിന്റെ കറക്റ്റ് റേറ്റ്, കറക്റ്റ് ഉത്തരം. ഓക്കെ, വെച്ചാൽ നമ്മൾ ബോൾ താഴെ കിടുമ്പോൾ തന്നെ അത് ബൗൺസ് ചെയ്ത് പൊന്തി പോകുന്നു. വെച്ചാൽ നമ്മളെ വെബ്സൈറ്റിലേക്ക് പോയി ടിം
പുറത്തേക്ക് പോകുന്നു. അതാണ് അതിന്റെ ബൗൺസ് റേറ്റ്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 90% ചിലപ്പോൾ ക്ലിക്ക് ത്രൂ റേറ്റ് എന്നൊക്കെ എഴുതാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. വാട്ട് ഡസ് എ മാർക്കറ്റിംഗ് ഫണൽ പ്രൈമറി എയിം ടു? എന്താണ് ഒരു മാർക്കറ്റിംഗ് ഫണലിന് പ്രധാനമായിട്ട് പ്രൈമറിലി ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ്. റവന്യൂ ഡയറക്ട്ലി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണോ? അതല്ല. ഗൈഡ് പൊട്ടൻഷ്യൽ കസ്റ്റമർ ത്രൂ ബയർ ജേണി, ഒരു ബയർ ജേണിയിലൂടെ പൊട്ടൻഷ്യൽ കസ്റ്റമറെ ഗൈഡ് ചെയ്യുക എന്നുള്ളതാണോ? അതാണ്. ഓക്കെ. അപ്പൊ മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ വെച്ചാൽ ഒരു ജേണി ഉണ്ട് അതില്. യെസ്, ഒരു കസ്റ്റമർ ഒരു ജേണി ഉണ്ട് അല്ലേ? എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും അതിന് എന്തുണ്ടെന്ന് പറയും അല്ലേ? ഇപ്പോ സിനാൻ ഇവിടെ എത്തിയ ഒരു ജേണി ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഒരു ജേണി ഉണ്ട്. 360 എല്ലാവരും എത്തുന്നതിൽ ഒരു ജേണി ഉണ്ട്. അത് ഒരു കസ്റ്റമർ എന്നുള്ളവർക്കല്ല, അവിടെ ഒരു സ്റ്റുഡന്റ് എന്നുള്ളവർക്ക്. നമ്മൾ എവിടെ എത്തുകയാണെങ്കിലും എന്ത് പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിലും എന്ത് സർവീസ് നമ്മൾ അതിന്റെ ഒരു കസ്റ്റമർ ആവുകയാണ്, ഒരു പൊട്ടൻഷ്യൽ കസ്റ്റമർ ആവുന്ന സമയത്ത് അതിലേക്ക് എത്താനുള്ള ഒരു ജേണി ഉണ്ട്. ആ ഒരു ജേണിയുടെ സ്റ്റെപ്സ് ആണ് ആക്ച്വലി മാർക്കറ്റിംഗ് ഫണൽ. നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് മോണിറ്റർ കോമ്പറ്റീവ്. ഇത് നമ്മൾ പറഞ്ഞു. വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ബെസ്റ്റ് ഫോർ പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ആൻഡ് മാർക്കറ്റിംഗ്? പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനും മാർക്കറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോം എല്ലാവർക്കും അറിയാം. ലിങ്ക്ഡിൻ ആണ്. ഓക്കെ. നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ലിങ്ക്ഡിൻ ആണ്. ഇനി അടുത്ത C-സെക്ഷൻ ആണ്. ഓരോന്നിന്റെയും ഫിൽ ഇൻ ദി ബ്ലാങ്ക് അല്ല, ഇത് ഓരോന്നിന്റെയും ഫുൾ ഫോം എഴുതുക. സെം എന്ന് പറഞ്ഞാൽ എന്താ? സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്. സെർച്ച് എഞ്ചിനിൽ ചെയ്യുന്ന മാർക്കറ്റിംഗ് മീൻസ് സ്പോൺസേഡ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും സെർച്ച് ചെയ്താൽ, അതായത് ബെസ്റ്റ് ഡീറ്റെയിൽ മാർക്കറ്റ് അല്ല ബെസ്റ്റ് ഫുഡ് സ്പോട്ടിംഗ് കാലിക്കറ്റ്, അങ്ങനെ നമ്മൾ എന്തെങ്കിലും അടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന റിസൾട്ട് ഉണ്ടാവും സ്പോൺസേഡ് പറഞ്ഞിട്ടുള്ളത്. അതിനാണ് നമ്മൾ SEM എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്ത SEO പറയുമ്പോ നമ്മള് അതായത് ഇതിൽ തന്നെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഓർഗാനിക് ആയിട്ടുള്ളത്, പൈസ ഒന്നും കൊടുക്കാതെ നമ്മള് ഓർഗാനിക് ആയിട്ട് റാങ്ക് ചെയ്യും. അപ്പൊ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ സെമ്മും SEOയും കൂടി കൂടിയതാണ്. സെമ്മും SEOയും കൂടി കൂടിയതാണ്. നെക്സ്റ്റ് അടുത്തത് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കസ്റ്റമർ കറക്റ്റ് ശ്രദ്ധിച്ചോളി, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. എല്ലാവർക്കും ഒന്ന് തിരിയണ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗില് കസ്റ്റമർ റിലേഷൻ, ഈ ലീഡും മറ്റും മറിച്ചും ഒക്കെ കറക്റ്റ് നോക്കാനും ആക്കാനൊക്കെ കുറെ ടൂൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ HubSpot എന്ന് കേട്ടിട്ടുണ്ടോ? അതേപോലെ സെയിൽസ് ഫോഴ്സ്, പിന്നെ സോഹോ, ഇങ്ങനെ കുറെ CRM ഉണ്ട്. അപ്പൊ സാധാരണ നമ്മൾ അതിന്റെ ടേം പറയാ CRM എന്നാ പറയാ. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളുടെ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറുകളുടെ പേര് പറയാ CRM സോഫ്റ്റ്വെയർസ് എന്നാ പറയാ. അപ്പൊ CRM അതിന്റെ ഫുൾ ഫോം എന്താണ്? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. കറക്റ്റ്. CMS എന്ന് പറഞ്ഞാലോ? CMS യൂട്യൂബ് CMS അല്ലെങ്കിൽ വേർഡ്പ്രസ് CMS എന്നൊക്കെ പറയും. എന്താണ് അതിന് പറയാ? ആ CMSന്റെ ഫുൾ ഫോം എല്ലാവരും യൂട്യൂബില് കമന്റ് ആയി രേഖപ്പെടുത്താം. പിന്നെ നമ്മളെ സിനാൻ സാർക്ക് അതറിയാം, മൂപ്പർ അത് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തും. നെക്സ്റ്റ് അടുത്തത് ഫോർത്ത് വൺ CTR. CTR എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ്. അപ്പൊ ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ആക്ച്വലി? അതായത് ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ 1000 ആൾക്കാര്, അതിപ്പോ നമ്മളൊരു ആഡോ എന്തെങ്കിലും റൺ ചെയ്തു, അപ്പൊ നമ്മളിപ്പോ 1000 ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടാവാം. ആ 1000-ല് ചിലപ്പോ 100 ആൾക്കാരോ 100 ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ക്ലിക്കിന് നമുക്കൊരു ഇത് ഉണ്ട്. അപ്പൊ 1000 ആൾക്കാര് ഇത് കണ്ടു കഴിഞ്ഞാൽ അതിന് ഇംപ്രഷൻ എന്നാട്ടോ പറയാം. 1000 ആൾക്കാർ കാണുന്നത് ഇംപ്രഷൻ എന്ന് പറയും, ക്ലിക്ക് ചെയ്യുന്നതിന് ക്ലിക്ക് എന്ന് പറയും. അപ്പൊ അങ്ങനെ 1000 ആൾക്കാർ കണ്ട് 100 ആൾക്കാർ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ CTR എത്രയാണ് വരിക? എത്ര പെർസെന്റേജ് വരിക? 1000-100 കണക്കടിച്ചില്ലല്ലേ? കണക്കിന്റെ വേറെ ക്ലാസ് നമ്മൾ പിന്നീട് എടുക്കും. അപ്പൊ 1000-100 എന്ന് പറഞ്ഞാൽ 10% അല്ലേ? 15% ആണോ? 10% ഉറപ്പാ? ഓക്കെ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. സെർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ്. കണക്ക്. ഓക്കെ. സെർപ്പ് എന്ന് പറഞ്ഞെങ്കിൽ സെർച്ച് എഞ്ചിൻ റിസൾട്ട്. ഇപ്പൊ നമ്മളൊരു സാധനം അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കുറെ സെർപ്പുകൾ വരും അല്ലെ? സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജസ്. ഓക്കെ. പേജുകൾക്ക് പറയുന്ന പേരാണ്. അപ്പോൾ അവിടെയും നമ്മുടെ സിനാൻ സാർ 5 × 3 മാർക്ക് നേടി 15 മാർക്ക് നേടിയിരിക്കുകയാണ്. നെക്സ്റ്റ് സെക്ഷനിലേക്ക് അടുക്കുകയാണ് D സെക്ഷൻ.
ഇവിടെ Questions ക്വസ്റ്റ്യൻസ് പറയുന്നതിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് ആൻസർ പറയാം. കാണാൻ പഠിച്ചേക്കരുത്, കാണാൻ പഠിച്ച കാര്യമില്ല. കാണാൻ പഠിക്കല്ലേ അതാണ് നമ്മുടെ പവർ ഓഫ് മിസ്റ്റർ സിനാൻ സാർ. ഓക്കെ, വിച്ച് പ്ലഗിൻ ക്യാൻ ബി യൂസ്ഡ് ടു ഒപ്റ്റിമൈസ് വേർഡ്പ്രസ് വെബ്സൈറ്റ് പെർഫോമൻസ്? വേർഡ്പ്രസ് വെബ്സൈറ്റിന്റെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്ലഗിൻ ഉണ്ട്. യോസ്റ്റ് എസ് ആണോ? യോസ്റ്റ് എസ് അല്ല. എലമെന്റർ ആണോ? എലമെന്റർ അല്ല. W3 ടോട്ടൽ ക്യാഷ് ആണോ? W3 ടോട്ടൽ ക്യാഷ് ആണ്. നമ്മളെല്ലാരും ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ വേഗം പോയിട്ട് ടിക്ക് ചെയ്തോളൂ. ചെയ്യാനും SEO റിസൾട്ട് കൂട്ടാനൊക്കെ ഉള്ളതാണ്. പക്ഷേ W3 ടോട്ടൽ ക്യാഷ് ആണ്. ഓക്കെ, ഇനി അടുത്ത് വിച്ച് പ്ലാറ്റ്ഫോം ഈസ് ഐഡിയൽ ഫോർ റണ്ണിങ് വീഡിയോ ആഡ് റൺ ചെയ്യാൻ പറ്റിയ ഐഡിയൽ പ്ലാറ്റ്ഫോം ഏതാണ് ചോദിക്കുന്നത്? ഐഡിയൽ പ്ലാറ്റ്ഫോം പറയുമ്പോൾ അത് നമുക്ക് യൂട്യൂബ് ആണ് വരുന്നത്. യൂട്യൂബ് ആണ് ശരിക്കും. മറ്റേലൊക്കെ വീഡിയോ ചെയ്യാം, ബട്ട് ഐഡിയൽ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ യൂട്യൂബ്. കറക്റ്റ്. നെക്സ്റ്റ്, വിച്ച് ടൂൾ പ്രൊവൈഡ്സ് അനലിറ്റിക്സ് സ്പെസിഫിക്കലി ഫോർ യൂട്യൂബിന്റെ പെർഫോമൻസിന്റെ യൂട്യൂബ് പെർഫോമൻസ്? ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. നമ്മളിപ്പോൾ യൂട്യൂബിന്റെ ചാനലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പെർഫോമൻസിന്റെ കറക്റ്റ് അനലിറ്റിക്സ്, അതേപോലെ കോമ്പറ്റീറ്റേഴ്സിന്റെ അനലിറ്റിക്സ് വരെ നമുക്ക് തരും. അപ്പോൾ ആ ഒരു ടൂൾ ഉണ്ട്. ഹുഡ്സ്യൂട്ട് ആണോ? ഹുഡ്സ്യൂട്ട് അല്ല, ട്യൂബഡി ആണോ? ട്യൂബഡിയാണ്. യെസ്, ട്യൂബഡി ആണ്. കറക്റ്റ് ആണ്. ഉത്തരം ശരിയാണ്. വീണ്ടും നമ്മുടെ സിനാർ സാർക്ക് ഒരു പ്രത്യേക അഭിനന്ദനങ്ങൾ കമ്മിറ്റിയുടെ പേരിൽ അറിയിക്കും. ഹുഡ്സ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഹുഡ്സ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഹുഡ്സ്യൂട്ട് സിനാർ സാറിന് അറിയാം. സോഷ്യൽ മീഡിയ ഇതിന്റെയൊക്കെ നമ്മള് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓരോന്ന് എന്താണ് ഹ്യൂഡ്സ്യൂട്ടിനെ കുറിച്ചും ബാക്കിയുള്ള മെയിൽ ചിമ്പിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ ചാനൽ വരും ദിവസങ്ങളിൽ സിനാൻ സാർ തന്നെ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യും. എന്താണ് യൂട്യൂബ്, എന്താണ് മറ്റെന്താണ് വെച്ചാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും നിങ്ങൾക്കും നിങ്ങളെ പോലത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പഠിക്കുന്ന എല്ലാ ആളുകളും കുബാരാവും. പ്രത്യേകിച്ച് മെറ്റാഡൊക്കെ ചെയ്യുന്ന ആളുകൾ ഡെയിലി അപ്ഡേറ്റ് വരികയാണ്. അപ്പോൾ ഓരോ കുട്ടികളെ നമ്മളോട് പരാതി പറയാറുണ്ട്, മെറ്റാഡിൽ ഇന്നലത്തെ അപ്ഡേറ്റ് അല്ല എന്നുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ അല്ല, അതൊക്കെ അതിന്റെ അപ്ഡേറ്റുകളൊക്കെ ഇതിൽ വരും, ഈ ചാനലിൽ വരും, താഴെയുള്ള ചാനലിൽ. അപ്പോൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വാട്ട് ടൈപ്പ് ഓഫ് ആഡ് ക്യാമ്പയിൻ ഈസ് ഐഡിയൽ ഫോർ ഇംഗ്ലീഷ്? നമ്മളെ ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയി. വിച്ച് ടൂൾ ഈസ് എസെൻഷ്യൽ ഫോർ ഇമെയിൽ മാർക്കറ്റിംഗ്? ഇമെയിൽ മാർക്കറ്റിംഗിന് ഏറ്റവും നല്ല ടൂൾ ഏതാണ്? മെയിൽചിം ആണ്. ഓക്കെ, മെയിൽചിം നല്ല ഒരു വളരെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ആഡ് ക്യാമ്പയിൻ ഈസ് ഐഡിയൽ ഫോർ ഇംഗ്ലീഷ് വെബ്സൈറ്റ് യൂസ് ത്രൂ ഗൂഗിൾ ആഡ്സ് ചെയ്തിട്ട് വെബ്സൈറ്റിലേക്ക്? പിന്നെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഐഡിയൽ ഫോർ ഇംഗ്ലീഷ്. യെസ്, അത് ഭയങ്കര ഒരു കാര്യം കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അതിൽ ശരിക്കും എല്ലാ ഉത്തരവും റെഡിയാണ്. വെബ്സൈറ്റിലേക്ക് വിസിറ്റ് ഡിസ്പ്ലേ ആഡിലൂടെയും സെർച്ച് ആഡിലൂടെയും വീഡിയോ ആഡിലെയും ഷോപ്പിംഗ് ആഡിലൂടെയൊക്കെ വെബ്സൈറ്റിലേക്ക് വിസിറ്റ് വരും. പക്ഷെ ഐഡിയൽ എന്നുള്ളൊരു ടേം ആണ്. അപ്പൊ അതിലിപ്പോ ഏതാണ് ഉത്തരം വരിക? സെർച്ച് ആഡാണ് വരിക. ഓക്കെ, സെർച്ച് ആഡാണ് വരിക. കറക്റ്റ്. നെക്സ്റ്റ്, അടുത്ത് നമ്മൾ ഇതിലേക്ക് വരികയാണ്. ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് 1 മിനിറ്റ് വീതം ഞാൻ പറയൂ. ബാക്കിയുള്ളത് വിശാലമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മൾ വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ചാനലിൽ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട AI ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ നമ്മുടെ കുട്ടികൾക്കും പുറത്തുള്ള ലോകത്തുള്ള അനേകായിരം ആളുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് AI tools in digital marketing and provide examples of tools for content creation. AI ടൂൾസിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലുള്ള AI ടൂൾസിന്റെ റോള്, അതിന്റെ റോൾ എന്താണെന്നാണ് ചോദ്യം. കണ്ടന്റ് ക്രിയേഷൻ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ നോക്കാം. AI ടൂള് കൊണ്ട് AI കണ്ടന്റ് ക്രിയേഷൻ, പണ്ട് കാലത്ത് അത് വിശാലമായൊരു ലോകമാണ്, നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതേപോലെ തന്നെ AI ഡാറ്റ ഓഗ്മെന്റേഷൻ ആൻഡ് മാനേജ്മെന്റ്. നമുക്ക് ഡാറ്റകൾ നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്. ഓഗ്മെന്റേഷൻ ആൻഡ് മാനേജ്മെന്റ് വെരി ഈസിയാണ്. AI സെഗ്മെന്റേഷൻ ആൻഡ് പേഴ്സണലൈസേഷൻ നമുക്ക് നടക്കുന്നതാണ്. പിന്നെ AI ത്രൂ ഇൻസൈറ്റുകളും അഡ്വാൻസ്ഡ് അനലിറ്റിക്സും നമുക്ക് കിട്ടും AI ത്രൂ. പിന്നെ പറയും പോലെ മൾട്ടി ചാനൽ പ്രോഗ്രാംസും പിന്നെ സെയിൽസിന് വേണ്ടി കൃത്യമായി കിടക്കുന്നത്, അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു വലിയൊരു ലോകമാണ്. ഓക്കെ, പിന്നെ അത് എഴുതുന്ന സമയത്ത് AI ടൂളുകളെ കുറിച്ചും പറയാം. ChatGPT പറയാം അല്ലേ. അതേപോലെ തന്നെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഇമേജ് ജനറേഷൻ, വീഡിയോ ജനറേഷൻ ഇത് പറയാം, ഓഡിയോ ജനറേഷൻ പറയാം. അഡ്വർടൈസ്മെന്റിൽ പ്രധാനമായിട്ട് കണ്ടന്റ് ഉണ്ടാവും.
പിന്നെ ഡിസൈൻ ഉണ്ടാവും, വീഡിയോ ഉണ്ടാവും, അതോടൊപ്പം തന്നെ ഓഡിയോ വരും. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ടൂളുകളുണ്ട്. വീഡിയോ ഒക്കെ ആണെങ്കിൽ വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ടൂളുകളുണ്ട്. സൊറ മുതൽ കുറേ ടൂളുകളുണ്ട്. ഇപ്പോൾ നാനോ ബനാനോ ഒരുപാട് ടൂളുണ്ട്. ക്ലിങ്, പിന്നെ ഓഡിയോ ഒക്കെ ആണെങ്കിൽ സുനോ ഉണ്ട്, എലവൻ ലാബ് ഉണ്ട്, അങ്ങനെ കുറേ ടൂളുകളുണ്ട്. പിന്നെ ഡിസൈനിങ്ങിലാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഇമേജ് ജനറേഷൻ ടൂളുകൾ ഡിസൈൻ, ക്യാൻവ മുതൽ അങ്ങോട്ട് ഒരുപാട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മിഡ്ജേണി, ഡാലി ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ സാധനങ്ങളുണ്ട്. പിന്നെ നമുക്ക് PPT ഒക്കെ ഡിസൈൻ ചെയ്യണമെങ്കിൽ ഗാമ എ ഉണ്ട്, അങ്ങനെ കുറേ ടൂളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എടുക്കാം. മെറ്റാഡ്സിന്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ്. എക്സ്പ്ലെയിൻ സ്ട്രക്ചർ ഓഫ് മെറ്റാഡ്സ് ആൻഡ് ഹൗ ക്യാൻ ബി റൺ വെരി എഫക്റ്റീവ്ലി. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഫേസ്ബുക്കിന്റെ ആഡ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് എന്താണ് ക്യാമ്പയിൻ. ദെൻ ക്യാമ്പയിന്റെ അണ്ടറിലാണ് എന്ത് വരിക? ഇപ്പൊ ക്യാമ്പയിനിൽ പ്രധാനമായിട്ട് ഒബ്ജക്റ്റീവ് ഉണ്ടാവുക അല്ലേ? നമ്മൾ ഏത് ക്യാമ്പയിനോ സെലക്ട് ചെയ്യണത്, അതായത് അവയർനെസ് ആണോ, എൻഗേജ്മെന്റ് ആണോ, ലീഡ് ആണോ, അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണ ക്യാമ്പയിൻ ഏതാണ്, അതിനാണ് നമ്മൾ ക്യാമ്പയിൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് പറയുമ്പോ ആഡ് സെറ്റ് പറയുമ്പോ നമ്മള് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാം. അതേപോലെ നമ്മള് ബിഡ്, അങ്ങനെ അതേപോലെ നമ്മൾ പ്ലേസ്മെന്റ്, എവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യണത്. അതിപ്പോ ഇൻസ്റ്റാഗ്രാമില് ഫീഡാണെങ്കിൽ ഫീഡ്, അങ്ങനെ എവിടെയാണ് പ്ലേസ് ചെയ്യണത്, അതിനാണ് ആഡ് സെറ്റ് പറഞ്ഞ രണ്ടാമത്തെ സെക്ഷൻ പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ആഡ് പറയുന്നത് നമ്മൾ അതായത് മീഡിയാസ്, നമ്മൾ അതേപോലെ ടെക്സ്റ്റ് അത് കംപ്ലീറ്റ് കോപ്പി, അതിനാണ് മൂന്നാമത്തെ സെക്ഷൻ പറയുന്നത്. ജസ്റ്റ് അതിപ്പോ സിമ്പിൾ ആക്കി പറഞ്ഞിട്ടുള്ളൂ, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആക്കി എഴുതാനുള്ളതാണ്. പിന്നെ അതൊക്കെ എഴുതാന്നുള്ളതിലപ്പുറം ഇത് പ്രാക്ടിക്കലി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് വരുന്നത് എക്സ്പ്ലെയിൻ ദി ബിൽഡിംഗ് ഓഫ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് യൂസിങ് ഷോപ്പിഫൈ. ഷോപ്പിഫൈ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്കൊരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ കാര്യങ്ങൾ പിന്നെ അതും പറയുമ്പോൾ പ്രാക്ടിക്കലി പഠിക്കേണ്ടതാണ്. എന്നാൽ കൂടി ജസ്റ്റ് പറയുകയാണെങ്കിൽ ആദ്യം ഷോപ്പിഫൈക്ക് സൈൻ ചെയ്യാം, അക്കൗണ്ട് സൈൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് അതിനുശേഷം അതായത് നമ്മൾ അക്കൗണ്ട് സൈൻ ചെയ്ത ശേഷം നമ്മൾ തീം ഒരു സ്റ്റോർ ഉണ്ടാക്കുക, പ്ലാൻ സെലക്ട് ചെയ്യാണ്ടാവും. എത്ര മാസമാണ് ഇപ്പൊ നമുക്ക് ഒരു 3 മാസത്തേക്ക് ഒരു 19 ഒരു പ്ലാൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മളൊരു പ്ലാൻ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഒരു തീം സെലക്ട് ചെയ്യാം. ഏത് തീമാണോ ആ തീം സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ജസ്റ്റ് ഇപ്പൊ ഇതിൽ പറയുമ്പോൾ ഡ്രാഗ് ഓൺ ഡ്രോപ്പ് ഓപ്ഷൻ ഉള്ളൂ. ജസ്റ്റ് ഇപ്പൊ പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനാണെങ്കിലും അതേപോലെ പിന്നെ പേയ്മെന്റ് ഗേറ്റ് അങ്ങനത്തെ ഓപ്ഷൻസ് ആയിരുന്നു. അപ്പൊ ഇതിലേക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക. പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് പേജസ് നമ്മൾ സാധാരണ പറയാറുണ്ട്, എബൌട്ട് പേജ്, പിന്നെ അതേപോലെ പോളിസി പേജുകളുണ്ട്, കുറെ പോളിസി പേജ് ഉണ്ട് അല്ലെ? റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസി, അങ്ങനത്തെ കാര്യങ്ങൾ ആഡ് ചെയ്യാം, പേജുകൾ ആഡ് ചെയ്യാം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് മസ്റ്റ് ഹാവ് ഷോപ്പിഫൈ ആപ്പുകളുണ്ട്. ആപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പിഫൈയിലുള്ള പ്ലഗിൻസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ നമ്മൾ അതിലേക്ക് പ്ലഗിൻസ് ആണെങ്കിൽ പിന്നെ പേയ്മെന്റ് മെത്തേഡ് ആഡ് ചെയ്യാം. ഫസ്റ്റ് പേയ്മെന്റ് മെത്തേഡ് ഇല്ലെങ്കിൽ മീൻസ് നമുക്ക് COD കൊടുക്കാവുന്നതാണ്. ഏതെങ്കിലും പേയ്മെന്റ് ഗേറ്റ് വേ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ COD കൊടുക്കുക, അത് നമ്മൾ ആഡ് ചെയ്യാം. പിന്നെ ഷിപ്പിംഗ് ആൻഡ് ടാക്സസ്, അതിന്റെ കാര്യങ്ങൾ നമ്മൾ ഷിപ്പിംഗ് റേറ്റ്, ടാക്സസിന്റെ റേറ്റ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ സ്റ്റോറിന്റെ ഡൊമൈന് നമ്മൾ ഗോഡാഡിൽ നിന്നൊക്കെ ഡൊമൈൻ വാങ്ങിയിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, പറയാനും സിമ്പിളാണ്, എഴുതാനും സിമ്പിളാണ്, പ്രാക്ടിക്കലി ചെയ്യാനും ഷോപ്പിഫൈ വളരെ സിമ്പിളാണ്. എന്നാലോ സിമ്പിളായിട്ട് ചെയ്ത് ഹമ്പിളായിട്ട് നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഏത്? ഷോപ്പിഫൈ അല്ലേ? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ്. നല്ലൊരു ചായ കിട്ടണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ എന്തായിരുന്നു? വേർഡ്പ്രസിന്റെ വെബ്സൈറ്റിന്റെ ഡിസൈൻ എസെൻഷ്യൽ ആൻഡ് എലമെന്ററി വെബ്സൈറ്റ് ബിൽഡർ. വേർഡ്പ്രസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. വേർഡ്പ്രസ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തുവാണോ? ഒരു ഡൊമൈനും ആണോ, സെർവറും ആണോ, ഒരു ഹോസ്റ്റിംഗ് പ്രൊവൈഡറും ആണോ, ഒരു ഡൊമൈനും ആണോ. പിന്നെ അതിലേക്ക് എന്ത് ചെയ്യണം? ഒരു വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യണം. ദെൻ അത് കഴിഞ്ഞാൽ നമ്മളെ വെബ്സൈറ്റ് എന്ത് ചെയ്യണം? കസ്റ്റമൈസ് ചെയ്യണം. കസ്റ്റമൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഏത് പോലീസുകാരനും എന്ത് ചെയ്യാൻ പറ്റും? പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബിൽഡറാണ് ഇത്, എലമെന്റർ. അങ്ങനെ കുറെ ബിൽഡറുകളുണ്ട്, അവാർഡ് ഉണ്ട്, പേജ് ബേക്കർ ഉണ്ട്, മറ്റേ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവി ഉണ്ട്, ഡിവി ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ സെറ്റിങ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റ് ഓർഗനൈസ് ചെയ്യുക. നമ്മളെ കണ്ടന്റ്, നമ്മളെ അതില് പിന്നെ കാര്യമായിട്ട് വിജറ്റുകൾ വരും അല്ലെ? വിജറ്റുകൾ അഥവാ ടെക്സ്റ്റ്, ഫോട്ടോസ്, വീഡിയോസ്, മൊബൈൽ റെസ്പോൺസീവ്.
പ്രിവ്യൂ, വെബ്സൈറ്റ് പ്രിവ്യൂ ചെയ്യുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആവശ്യമായിട്ടുള്ള പ്ലഗിനുകൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. പബ്ലിഷ് യുവർ വെബ്സൈറ്റ് എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ലാസ്റ്റത്തെ എന്താണ്, 9ാമത്തെ സ്റ്റെപ്പ് എന്താ, മോണിറ്റർ ആയിട്ട്. വെരി വെരി ഇമ്പോർട്ടൻ്റ്. നമ്മൾ കൃത്യമായിട്ട് വെബ്സൈറ്റ് എന്ത് ചെയ്യണമെന്ന് അറിയാം. ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ പോരാ, അത് മോണിറ്റർ ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യണം. വേർഡ്പ്രസ് തന്നെ എന്തുണ്ടാവും, വേർഡ്പ്രസ് തന്നെ ഇൻസ്റ്റാൾ ചെയ്തതാണല്ലോ, അപ്പോൾ അതിൽ അപ്ഡേറ്റ് ഉണ്ടാവും, അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. പ്ലഗിൻസും പറയും പോലെ അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിലുള്ള ഒരു വിഷയം എന്താ വെച്ചാൽ ഇതിലേക്ക് എന്ത് കയറും, വൈറസ്, അതായത് ബഗ്സ് ഒക്കെ കയറാനുള്ള സാധ്യതയാണ് കൂടുതൽ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. ഡിസ്ക്രൈബ് ദി സ്ട്രക്ചർ ആൻഡ് കോമ്പണൻസ് ഓഫ് മാർക്കറ്റിംഗ് ഫണൽ വിത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം മാർക്കറ്റിംഗ് ഫണൽസിന്റെ ഒരു ഇത് സ്ട്രക്ചർ എന്താണല്ലേ കറക്റ്റ്. അപ്പൊ മാർക്കറ്റിംഗ് ഫണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമറുടെ ജേണിയാണത്. ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പൊട്ടൻഷ്യൽ കസ്റ്റമർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണിയാണ്. ആദ്യമായിട്ട് ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നു. നമ്മളൊരു ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റ്, എന്ത് പ്രൊഡക്റ്റാണ്, ഒരു ഷൂ വേണ്ട, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന, ഡെയിലി ഉപയോഗിക്കുന്ന പെർഫ്യൂം, നല്ലൊരു പെർഫ്യൂം, ആദിൽ ഖാദിരി പെർഫ്യൂം. അതിനെ കുറിച്ച് അറിയുന്നു. എവിടുന്നോ അറിയണതാണ്. ഇപ്പൊ യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ. അതായത് ഒരാൾ ഇത്ര വട്ടം അത് റിപ്പീറ്റ് ആയിട്ട് കണ്ട 83 ഓട്ടോമാറ്റിക് നമ്മൾ അതിന്റെ കസ്റ്റമർ ആവുന്നത് 83 തവണ നമ്മൾ അത് കണ്ടാൽ അത് ഒരു മാർക്കറ്റിംഗ് സൈക്കോളജി നമുക്കൊരു പുസ്തകമുണ്ട്. അതിന്റെ ഓതറുടെ പേര് ഞാൻ പറഞ്ഞത്, മാർക്കറ്റിംഗ് സൈക്കോളജി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അത് ശരിക്കും അത് വെറുതെ പറയല്ല, അത് റിയാലിറ്റിയാണ്. എനിക്കൊക്കെ ഫീൽ ചെയ്ത റിയാലിറ്റിയാണ്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ഏതായാലും അത് നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. മാർക്കറ്റിംഗ് സൈക്കോളജിനെ കുറിച്ചൊക്കെ നമുക്ക് വിശാലമായിട്ട് പറയാം. ഇത് മാർക്കറ്റിംഗ് ഫണലിന്റെ ഒരു പ്രൊഡക്റ്റ് പെർഫ്യൂം, അപ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നു, അവയർനെസ് ഫസ്റ്റ് ഫണലാണ്, അതിനെക്കുറിച്ച് അറിയുന്നു. അപ്പോൾ അതിങ്ങനെ നിരന്തരമായി ഇങ്ങനെ അറിഞ്ഞ് അതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു, അല്ലെ, ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് അടുത്തത് അതിനോട് ഡിസയർ വരുന്നു, അത് വാങ്ങണമെന്നുള്ളൊരു ഡിസയർ, ആകാംക്ഷ, ഒരു എന്താ പറയുക, ഡിസൈൻ എന്താ പറയാ, അതിന്റെ മലയാളം എന്താ പറയാ, മലയാളം നിങ്ങളെല്ലാവരും ഗൂഗിൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിസയർ ഉണ്ടാകുന്നു, അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര എന്ന് പറയാം. കമന്റ് ചെയ്യണ്ട, ത്വര. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ആക്ഷൻ എടുക്കാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ത്വര ഉണ്ടായി കഴിഞ്ഞാൽ ആക്ഷൻ എടുക്കുന്നു. ആക്ഷൻ എടുക്കാന്ന് എന്താ, വാങ്ങുന്നു. നമ്മൾ പർച്ചേസ്, ഓക്കെ, നമ്മൾ പെർഫ്യൂം വാങ്ങിയിട്ട് അത് പർച്ചേസ് ചെയ്ത് അത് യൂസ് ചെയ്തതിന് ശേഷം നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ വി വിൽ ബിക്കം ലോയൽ കസ്റ്റമർ ആവുന്നു. അതിന്റെ എന്താവുന്നു, ലോയാലിറ്റി. അതിന്റെ അഥവാ അത് പിന്നെയും വാങ്ങും. ആ പെർഫ്യൂം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ എന്താവുന്നു, വാങ്ങുന്നു, ലോയൽ കസ്റ്റമർ ആകുന്നു. ദെൻ അത് കഴിഞ്ഞാൽ അഡ്വക്കസി എന്ന് പറഞ്ഞ ഒരു സാധനം കൂടിയാണ്. അഡ്വക്കസി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ അതിന്റെ ഒരു ലോയൽ കസ്റ്റമർ ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിംഗ് ഫണലിൽ അവസാനം വരുന്നത് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് അതിന്റെ ഒരു അഡ്വക്കേറ്റ് ആവുന്നു, അഥവാ അതിനെ സുഹൃത്തുക്കൾക്ക് റെഫർ ചെയ്തു. ഓക്കെ, അതിന്റെ പിന്നെ എന്താ പറയാ, ഗുണഭോക്താക്കളല്ല, അതിന്റെ അഡ്വക്കസി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം മറന്നു, അതിന്റെ പ്രബോധകരും പ്രചാരകരും നമ്മളായി മാറുന്നു. അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള മലയാളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ആപ്പിളൊക്കെ വാങ്ങിയ ആൾക്കാർ നമ്മളോട് പറയാം ആപ്പിൾ തന്നെ വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇപ്പൊ ഇവിടെ സാധാരണ ഉണ്ടാകുന്ന അസ്യൂസിന്റെ ടഫ് വാങ്ങിയ ആൾക്കാരുണ്ട്, അത് തന്നെ വാങ്ങിയാൽ മതി എന്ന് പറയും. അപ്പൊ പറയലുണ്ടോന്നുള്ളത് അറിയില്ല, ഏതായാലും അങ്ങനെ പറയാറുണ്ടായിരുന്നു പണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മാർക്കറ്റിംഗ് ഫണല്. ഇതും നിങ്ങൾ കറക്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നിങ്ങളുടെ ജീവിതത്തിന് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു ബിസിനസ് ഒക്കെ ഒരു ബ്രോഡായ സ്ഥലത്താണ് ഓക്കെ. അപ്പൊ ഇത് നമ്മളൊരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്യാമ്പയിനിങ്ങിലേക്ക്, ഔട്ട് ഓഫ് സിലബസ്, ഔട്ട് ഓഫ് എക്സാം ആണ്, ക്യാമ്പയിനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ കുറേ പൈസ ഇട്ടിട്ട് എന്ത് ചെയ്യണം, അവയർനെസ് ചെയ്യണം. എന്നിട്ട് അത് അവയർനെസ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ്, താല്പര്യം ജനിപ്പിക്കണം കസ്റ്റമറെ അടുത്ത്. ഓക്കെ, നമ്മൾ എന്ത് പ്രോഡക്റ്റ്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പറയാവുന്നതാണ്. ഇതിനെക്കുറിച്ചുള്ള ബിസിനസ്സിനെ കുറിച്ചും സ്ട്രാറ്റജികളും ലോകത്തെ പ്രധാനപ്പെട്ട ബിസിനസ് കേസ് സ്റ്റഡികളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ചെവി വേദന എടുക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. ഇപ്പോഴാണ് ചെവി നല്ല കേൾക്കുന്നത്. ഇതുവരെ ഞാൻ അങ്ങനെ ആലോചിക്കും എന്താ ഇപ്പൊ ചെവി കേൾക്കാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദി ഇമ്പോർട്ടൻസ് ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് SEO ഇംപ്രൂവിംഗ് വെബ്സൈറ്റ് വിസിബിലിറ്റി. ഓൺ പേജ്, ഓഫ് പേജ് SEOന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ. അപ്പോൾ അത് നമ്മളെ പിന്നെ സിനാൻ സാർ വിൽ സേ.
അതായത് ഇപ്പൊ ഓൺ പേജിൽ അറിയുമ്പോൾ നമുക്ക് കാര്യമായിട്ട് നോക്കുന്നത് കീവേഡ് ഒപ്റ്റിമൈസേഷൻ. അപ്പൊ നമ്മളൊരു കീവേഡ് കണ്ടെത്തണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു വേർഡ്പ്രസ്സിൽ ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പൊ നമുക്കൊരു 5 പേജ് കാരണം നമ്മൾ 5 പേജാണ് നമ്മൾ മിനിമം പറഞ്ഞു കൊടുക്കുക. അപ്പൊ 5 പേജിക്ക് 5 കീവേഡ് വേണം. ആ 5 കീവേഡ് നമ്മളിപ്പോ നമ്മൾ ജസ്റ്റ് ഇപ്പൊ വെറുതെ ഒരു ഗൂഗിളിൽ പോയിട്ട് നമ്മൾ കീവേഡ് എടുത്തിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ആ കീവേഡിന്റെ മന്ത്ലി സെർച്ച് എത്രയാണ്, അതേപോലെ അതിന് കോമ്പറ്റീഷൻ എങ്ങനെയാണ് റിസർച്ച് ചെയ്യണം. ആ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പൊ വെറുതെ ഒരാൾ പോയിട്ട് ഗൂഗിളിന് ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഇപ്പൊ അങ്ങനെ ഇട്ടു തന്നെ ഇരുന്നോട്ടെ, അങ്ങനെ ഇട്ടു നോക്കുമ്പോൾ തന്നെ നമുക്കിപ്പോ ജസ്റ്റ് ഇപ്പൊ ആ കീവേഡ് കൊടുത്ത ആളുകൾ മന്ത്ലി സെർച്ച് 0 to 10 ആക്കാരം. അപ്പൊ നമ്മളത് കൊടുത്തിട്ടൊരു കാര്യമില്ല. അപ്പൊ ഈ 0 to 10 ആൾക്കാർ ഒരു മാസം സെർച്ച് ചെയ്യുന്ന ആ കീവേഡ് കൊടുത്തിട്ട് നമുക്ക് എസ് ചെയ്ത് റാങ്ക് ചെയ്തൊരു കാര്യമില്ല. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കീവേഡ്. പിന്നെ അതേപോലെ തന്നെയാണ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. മെറ്റാ ഡിസ്ക്രിപ്ഷനും അതേപോലെ ഇന്ത്യ ലിങ്കിങ്, പിന്നെ ടൈറ്റിൽ ടാഗ്, URL സ്ട്രക്ചർ, ഇമേജിന് ഓൾട്ട് ടെക്സ്റ്റ് കൊടുക്കുക, അങ്ങനെ മെയിൻ കാര്യങ്ങളാണ് ഓൺ പേജിൽ വരുന്നത്. പിന്നെ ഓഫ് പേജിൽ അറിയുമ്പോൾ നമുക്ക് ലോക്കൽ SEO, അതായത് നമ്മള് GMB, അതേപോലെ ജസ്റ്റ് ഡയൽ, അങ്ങനെ കുറെ സാധനങ്ങൾ ഓരോ സെഗ്മെന്റിലും. പിന്നെ റെസ്റ്റോറന്റിലാണെങ്കിൽ റെസ്റ്റോറന്റ് ഗുരു എന്നാണ് സാധനം. എല്ലാ യാത്രയിലാണെങ്കിൽ മേക്ക് മൈ ട്രിപ്പ് ഉണ്ട്. എനിക്കറിയില്ല. യാത്രയിൽ ട്രാവൽസിൽ വരുന്ന അത് വിശാലമായിട്ട് പിന്നെ ട്രാവൽസിൽ കുറെ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലോക്കൽ SEOക്ക് പറ്റുന്ന ഒരുപാട് ടൈപ്പ് ഓഫ് അഗോഡ, Booking.com, അങ്ങനെ കുറെ. പിന്നെ അതേപോലെ ഓഫ് പേജിൽ തന്നെ മെയിൻ കാര്യമാണ് ബാക്ക് ലിങ്ക്. അപ്പൊ നമ്മൾ എത്രത്തോളം ബാക്ക് ലിങ്ക് നമ്മൾ കൊടുക്കുന്നു അതിനനുസരിച്ചാണ് നമ്മൾ SEOന്റെ റാങ്കിങ്. പിന്നെ വരുന്നത് ഗസ്റ്റ് പോസ്റ്റിംഗ്, പ്രൊമോഷൻ. പിന്നെ ഇതിന് വിട്ടുപോയ ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്ലോഗ് സബ്മിഷൻ ആണ്. ബ്ലോഗ് സബ്മിഷൻ അത് പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമില്, അതായത് ഇപ്പൊ മീഡിയം, അങ്ങനെ കുറെ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമിൽ നമ്മള് റെഡിറ്റ് അതിലൊക്കെ നമ്മൾ ചെയ്യണം. അപ്പൊ ഇതില് പോയിന്റ് മിസ്സിംഗ് ആണ്. ഈ പ്രൊമോഷൻ സോഷ്യൽ മീഡിയ പ്രൊമോട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ പിന്നെ ഓൺ പേജ് ആൻഡ് ഓഫ് പേജ് തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തത്, വാട്ട് ആർ ദി ബെസ്റ്റ് പ്രാക്ടീസസ് ഫോർ സെക്യൂർ ആൻഡ് മെയിൻറ്റെയിനിങ് എ വേർഡ്പ്രസ് വെബ്സൈറ്റ്. ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റ് എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെക്യൂർ ആക്കുക. വേർഡ്പ്രസ് വെബ്സൈറ്റ് ചെയ്യാൻ വളരെ സുഖമാണ്, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് സെക്യൂർ ചെയ്ത് കൊണ്ടുപോകാനാണ് എന്തുള്ളത് ബുദ്ധിമുട്ടില്ല. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് പറയാം അല്ലെ. വേർഡ്പ്രസ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ്. ഒന്ന്, വേർഡ്പ്രസിന് നല്ല ഹോസ്റ്റിംഗ് പ്രൊവൈഡർ അക്കോർഡിംഗ് ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ നമ്മളെ ഹോസ്റ്റിംഗറൊക്കെ അത്യാവശ്യത്തിന് പേര് കേട്ട ഒരു നല്ല AWS ഒക്കെ അടിപൊളിയാണ്, ബട്ട് കുറച്ച് എന്താണ് എക്സ്പെൻസീവ് ആണ്. പിന്നെ അതേപോലെ തന്നെ റെഗുലർലി അപ്ഡേറ്റ് യുവർ തീമും വേർഡ്പ്രസും പ്ലഗിൻസും വേർഡ്പ്രസിന്റെ കോറൊക്കെ എപ്പോഴും ചെയ്യാന്നുള്ളതാണ്, അപ്ഡേറ്റ് ചെയ്യുക, അത് നിർബന്ധമാണ്. പിന്നെ യൂസ് യുണീക്ക് യൂസർ നെയിം ആൻഡ് പാസ്വേഡ് യൂസർ നെയിമും യുണീക്ക് ആയിട്ട് അതിൽ തന്നെ കിട്ടുന്ന ഓട്ടോമാറ്റിക് സാധനങ്ങൾ എന്ത് ചെയ്യരുത് കൊടുക്കരുത്. കാരണം വെച്ചാൽ അതിൽ എന്ത് അത് ആ സാധനം ഇവര് ബോട്ടിനെ വിട്ടിട്ട് കുറേ യൂസർ നെയിം എന്താവും നമ്മളിതിൽ അടിച്ചു വെക്കും. മനുഷ്യന്മാരല്ല, ബോട്ട്. അപ്പോൾ 1000-10,000 ഒക്കെ ബോട്ടുകൾ വന്നിട്ട് നമ്മളിതിൽ, അപ്പോൾ ഏതെങ്കിലും ഒന്നില് ഇത് ഡിറ്റക്റ്റ് ആയിട്ട് നമ്മളെ വെബ്സൈറ്റിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വെബ്സൈറ്റിന്റെ ഉള്ളിൽ ആരാണ്ടാകുമെന്ന് അറിയോ? ജപ്പാന്, ചൈന, പിന്നെ പറയണ്ട, അങ്ങോട്ട് എല്ലാ സാധനങ്ങളും അതിലുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, യൂസർ നെയിം പാസ്വേഡ് ഇതൊക്കെ വെറുതെ പറയല്ല, അതൊക്കെ നമ്മളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നതാണ്. പിന്നെ ലോഗിൻ അറ്റംപ്റ്റ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഗിൻ നിരന്തരമായി ഉണ്ടാകുന്ന സമയത്ത് ലോഗിൻ അറ്റംപ്റ്റ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ടെന്ന് വെച്ചാൽ അതിനുള്ള പ്രത്യേക ആപ്പുകളുണ്ട്, മീൻസ് പ്ലഗിൻസ് ഉണ്ട്. അപ്പോൾ ലോഗിൻ അറ്റംപ്റ്റ് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന. പിന്നെ ക്യാപ്ച ഫോമിനൊക്കെ എന്തെങ്കിലും ഫോം, WP ഫോം, മറ്റേ ഫോമൊക്കെ അതിലുണ്ടാവും. ആ ഫോമിനൊക്കെ എന്ത് കൊടുക്കുക, ക്യാപ്ച കൊടുക്കുക. സെക്യൂർ വേർഡ്പ്രസ് തീം ഇവിടുന്നോ ഫ്രീ കിട്ടുന്ന തീം നമ്മൾ യൂസ് ചെയ്യരുത്. അപ്പൊ ഫ്രീ കിട്ടുന്ന തീം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊക്കെ എന്ത് വിഷയം വരും, ഈ ഒരു വിഷയങ്ങൾ വരും. മീൻസ് ഇത് ക്രാഷ് ആവാനും ഇത് പിന്നെ പെട്ടെന്ന് തന്നെ ഈ ഹാക്ക് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ബാക്കപ്പ് ചെയ്യണം, വെബ്സൈറ്റ് ബാക്ക്. നമ്മളൊരു ക്ലയന്റിനൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് റെഗുലർ ആയിട്ട് ബാക്കപ്പ് ചെയ്യണം. ബാക്കപ്പ് ചെയ്താലൊരു സുഖം. ഇപ്പൊ നാളെ അല്ല, ഇന്നിപ്പോ നമ്മളെ വെബ്സൈറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ 2 ദിവസം മുമ്പത്തെ ബാക്കപ്പ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത് സർവർ ടീമിനെ കണക്ട് ചെയ്യാം. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി റെഗുലർ ആയിട്ടുള്ള വേർഡ്പ്രസിന്റെ സെക്യൂരിറ്റി സ്കാൻ ചെയ്യുക. അപ്പൊ സ്കാൻ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടും. പിന്നെ അൺയൂസ്ഡ് ആയിട്ടുള്ള പ്ലഗിനുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഇതിൽ വളരെ വിശാലമായ
ഒരു മേഖലയാണ്, ഒരു ഏരിയയാണ് വേർഡ്പ്രസിന്റെ സെക്യൂരിറ്റി ഫസ്റ്റ് പ്രാക്ടീസസ്. അത് നമുക്ക് വിശാലമായിട്ട് പിന്നീട് പറയാം. ഓക്കെ. പിന്നെ അടുത്തത് ഹൗ ഫ്രീലാൻസേഴ്സ് ക്യാൻ മോണിറ്റൈസ് ദെയർ സ്കിൽസ് ത്രൂ പ്ലാറ്റ്ഫോംസ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എങ്ങനെയാണ് ഫ്രീലാൻസേഴ്സിന് പൈസ ഉണ്ടാക്കാൻ പറ്റുക, സ്ട്രാറ്റജി, സക്സസ്, പേഴ്സണൽ, എങ്ങനെ ഒരു പേഴ്സണൽ ബ്രാൻഡ് പിന്നെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് സ്വാഭാവികമായിട്ടൊരു പിന്നെ പേഴ്സണൽ ബ്രാൻഡ് ആയിക്കഴിഞ്ഞാൽ അതിന് കുറേ നമ്മൾ നിരന്തരമായിട്ട് പറയാം, നമ്മൾ നിരന്തരമായിട്ട് കോണ്ടന്റുകൾ, അഡ്വർടൈസ്മെന്റ് അല്ല കോണ്ടന്റുകൾ, അതിനുള്ളൊരു സ്ട്രാറ്റജി നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞത് 90 days സ്ട്രാറ്റജി എന്ന് പറയാം. 90 days സ്ട്രാറ്റജി. നമ്മളിപ്പോൾ ഒരു സെഗ്മെന്റ് സെലക്ട് ചെയ്യുക, ഒരു നീഷ് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ബിസിനസ് ഏത് ടൈപ്പ് ഓഫ് ഏരിയയിലാണ് നമ്മൾ പേഴ്സണൽ ബ്രാൻഡാണ് ആവാൻ ഉദ്ദേശിക്കുന്നത്, അതിലൊരു 90 days സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് 90 days കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, വേറെ ഏതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടന്റുകൾ ഇട്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 90 days ഇട്ട് കഴിഞ്ഞാൽ 91ാമത്തെ ദിവസം നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയോ? എന്തെങ്കിലും ഒരു കസ്റ്റമർ കിട്ടും. 91 ദിവസം ആവേണ്ട ആവശ്യമില്ല, ഇതൊരു എക്സ്പീരിയൻസ് ആണ്. ഓക്കെ. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ 90 ദിവസം ഇട്ടുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് തന്നെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സഫലമാവുന്നുള്ളതാണ്. ഓക്കെ. അങ്ങനെ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പല രീതിയിലുള്ള മോണിറ്റൈസേഷൻ അവസരങ്ങൾ, ഇപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടുന്ന പോലെ പല രീതിയിലുള്ള മോണിറ്റൈസേഷൻ അവസരങ്ങൾ വരും. അതും വിശാലമായ ഒരു ടോപ്പിക് ആണ്. പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ള കോഴ്സ് നമ്മൾ എന്താവും, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ. വേറൊന്ന് പറയാനുണ്ടോ? പാട്ടാരിയല്ലോ. അപ്പോ ഇനി ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഗാനഗന്ധർവനായ സിനാൻ സാറുടെ പാട്ട്. അതിന് മുമ്പ് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്നായിട്ട് എഴുതുക, നല്ല വിജയാശംസകൾ നേരുന്നു എല്ലാവർക്കും. നമ്മളെ ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. ഈ യൂട്യൂബ് ചാനൽ 2 യൂട്യൂബ് ചാനൽ ഉണ്ടാവും. ഒന്ന് ഇതും ഒന്ന് അതിന്റെ താഴത്ത് വേറൊന്ന് കാണുന്നുണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അപ്പോൾ ഏതായാലും പാട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ ശേഷം. താങ്ക് യു. കട്ട് ചെയ്യില്ല.